ഹലോ അസ്സാം വലൈക്കും കൂട്ടുകാർക്കൊക്കെ സുഖമല്ലേ സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പം വീണ്ടും വളരെ ചെറിയൊരു വീഡിയോമേ കൂട്ടുകാരുടെ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വൈകിട്ടത്തിൽ ചെറിയൊരു വിശേഷം മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു കൊച്ചു വീഡിയോ ആണ് കേട്ടോ. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്ന് നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചൊന്നുമല്ല, വൈകിട്ട് എന്നാൽ നിങ്ങളുമായിട്ടൊരു കാര്യം ഷെയർ ചെയ്യാം എന്നോർത്ത് മാത്രം ഞാൻ എടുക്കുന്ന വീഡിയോസാണ് കേട്ടോ ഇത്. നമ്മൾ സാമ്പാർ വെക്കുന്ന വീഡിയോസൊക്കെ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. എന്നാലും ഇന്ന് വൈകിട്ട് സാമ്പാറാണ് തന്നെയാണ് വെക്കുന്നത് കേട്ടോ. ഇന്നലെ പച്ചക്കറിയൊക്കെ മേടിച്ചാൽ കിട്ടും. അപ്പോൾ എല്ലാവിധ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ സാമ്പാറും അവിയലും ഒക്കെ വെക്കാനുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് സാമ്പാർ തന്നെ വിചാരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചെറുക്കായ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കറിയാണ് കേട്ടോ സാമ്പാർ. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ പറയാൻ വന്ന കാര്യം എന്നാന്ന് വെച്ചാൽ, ചെറുക്കായി എന്ന് വിളിക്കുന്നത് എൻ്റെ സ്നേഹം കൊണ്ട് വിളിക്കുന്നതാണ് കേട്ടോ. അല്ലാതെ എൻ്റെ മോൻ അല്ല എന്നിട്ടൊന്നുമല്ല. എനിക്കിന്നൊരു കമൻറ്റ് വന്നു, എന്നാ മക്കളെന്നും ഇവനെ ചെറുക്കായി എന്ന് വിളിക്കുന്നത് എന്താണെന്ന് ചോദിച്ചിട്ട് കേട്ടോ. ആ ഒരു കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സങ്കടം വന്ന ഒരു ദിവസം കൂടെയാണ് കേട്ടോ. അതെന്താ അങ്ങനെ വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ, പെൺമക്കളെ പേര് അൻസിയാന്നും അൽഫിയാന്നുമാണ്. അവരെ മുത്ത് വാവ എന്ന് വീട്ടിൽ വിളിക്കും കേട്ടോ. ആ ഒരു പേരാണ് ഞാൻ ഈ ഒരു ചാനൽ വിട്ടേക്കുന്നത്. പിന്നെ ചെറുക്കായുടെ പേര് ആസിഫ് എന്നാണ്. അപ്പോൾ ഈ ആസിഫെ എന്ന് വിളിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം അവനെ കുഞ്ഞുനാൾ തൊട്ട് ഞാൻ ചെറുക്കായി എന്ന് വിളിച്ചത് ആ ഒരു ശീലമാണ് എനിക്കിപ്പോഴും കേട്ടോ. ഞാനത് ചെറുക്കായി എന്ന് വിളിക്കുന്നത് എൻ്റെ മോനല്ല എന്നിട്ടൊന്നുമല്ല, എൻ്റെ മോൻ തന്നെയാണ്. ഞാൻ എൻ്റെ സ്നേഹം കൊണ്ട് വിളിക്കുന്നത്. അവനും അങ്ങനെ എന്നെ വിളിക്കുന്നതാണ് കേട്ടോ കൂടുതലിഷ്ടം. പിന്നെ അവൻ തന്നെ ചിലപ്പോൾ ഒക്കെ പറയും ഉമ്മ ആസിന്നൊന്ന് വിളിക്കാൻ പറയാം. അങ്ങനെ ഞാൻ ചിലപ്പോൾ ആസിന്നും വിളിക്കും കേട്ടോ. ആസിന്നും വിളിക്കും, ചെറുക്കായി എന്നും വിളിക്കും. അല്ല എൻ്റെ മോനോ ഇല്ല എന്നിട്ടൊന്നല്ല, എൻ്റെ മോനാണ്. എൻ്റെ 3 മക്കൾക്കും വേണ്ടിയാണ് എൻ്റെ ഈ ജീവിതം തന്നെ കേട്ടോ. അപ്പം പഠിച്ചവനെ വിചാരിച്ച ഇങ്ങനത്തെ കമൻറ്റുകളൊന്നും ഇടാൻ നിൽക്കരുത്. എനിക്ക് വളരെയധികം സങ്കടം വന്നൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്നിത്. അപ്പോൾ എന്നെ പഴയ വീഡിയോസൊന്നും കാണാതെ ആളാന്ന് തോന്നുന്നു. എന്തായാലും പഠിച്ചവനെ വിചാരിച്ച് ഇങ്ങനത്തെ ഒരു കമൻ്റൊന്നും ഇടരുത്. എനിക്കൊന്നാതെ വയ്യ, എനിക്ക് താങ്ങാൻ പറ്റത്തില്ല. ഇപ്പം തന്നെ വൈകിട്ട് ഈ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചല്ല, എന്നാൽ നിങ്ങളുമായിട്ട് ഈ കാര്യം ഒന്ന് ഷെയർ ചെയ്യാമെന്ന് ഓർത്ത് മാത്രം എടുത്താണ് കേട്ടോ. ഇന്നാണ് ഒട്ടും വയ്യാത്ത ദിവസമാണ്. കച്ചവടത്തിനൊന്നും ഞാൻ പോയിട്ടുമില്ല. എൻ്റെ ഡിസ്കിൻ്റെ കംപ്ലയിൻറ്റ് ഭയങ്കരമായിട്ട് വേദനയാണ് കേട്ടോ. ഒരു രക്ഷയില്ല എനിക്ക്. ഇന്ന് ഞാൻ വളരെയധികം വേദന തിന്നൊരു ദിവസമാണ് കേട്ടോ. എല്ലാം കൊണ്ടും ഡിസ്കിൻ്റെ കംപ്ലയിൻറ്റ് കാരണം ഈ ഒരു ഇത് എല്ലാം കൊണ്ടും വേദന തിന്ന ദിവസമായിരുന്നു. അപ്പോൾ നാളെ ഞാനും എൻ്റെ ചെറുക്കായും കൂടെ കണ്ടോ. ഞാനപ്പോൾ എന്ത് പറഞ്ഞാലും എൻ്റെ വായിൽ അങ്ങനെ വരുള്ളൂ ചെറുക്കായിന്ന് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുകൂടെ നാളെ തൈക്കാമ്പിലൊരു ആയുർവേദ ഇതുണ്ട് കേട്ടോ. അവിടെ പോകാമെന്ന് ഓർത്ത് ഇങ്ങനെ ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ മോൻ തന്നെയാണ് കേട്ടോ. എൻ്റെ 3 മക്കൾ എൻ്റെ കണ്ണിലെ കൃഷ്ണമണികൾ തന്നെയാണ്. അവർക്ക് വേണ്ടിയാണ് എൻ്റെ ജീവിതം. അപ്പം പടച്ചവനെ വിചാരിച്ചാൽ വീണ്ടും പറഞ്ഞ് ഇങ്ങനത്തെ കമൻറ്റുകളൊന്നും ഇനി ഇടരുത് കേട്ടോ. അപ്പോൾ നമ്മൾ സാമ്പാർ വെക്കാൻ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് എടുത്തു. അതിനുശേഷം നമ്മൾ പരിപ്പും ഒരു അല്പം ഉപ്പും മഞ്ഞളും ഇട്ട് നമ്മളൊന്ന് വേഗം വെച്ചു കേട്ടോ. പരിപ്പെന്ന് പറഞ്ഞാൽ സാമ്പാർ പരിപ്പില്ലായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ വടപ്പരിപ്പ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അത് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് എടുത്തത് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി ഇട്ട് ഞാൻ കുക്കറിൽ വെച്ചു വിസിലടിക്കാൻ വേണ്ടി. അതിനുശേഷം തക്കാളിയും വെണ്ടയ്ക്ക എടുത്ത് ഞാൻ സെപ്പറേറ്റ് ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പല രീതിയിൽ സാമ്പാർ വെക്കും. ഇതെല്ലാ കഷ്ണങ്ങളും ഒന്നിച്ചിട്ട് പൊടികളെല്ലാം കൂടെ ഒന്നിച്ചിട്ടിട്ടും കുക്കറിൽ വെക്കും. സെപ്പറേറ്റ് ഇതേപോലെ ഒന്ന് വരട്ടിയൊക്കെ നമ്മളൊന്ന് ചേർക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ഈ രീതിയിലുള്ള സാമ്പാറാകട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ കഷ്ണങ്ങളൊക്കെ വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ തക്കാളിയും വെണ്ടയ്ക്ക ഒന്ന് വരട്ടിയെടുക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ വെണ്ടയ്ക്ക ഒന്ന് വരട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ എണ്ണ നോക്കിയപ്പോൾ എണ്ണ മേടിച്ചത് കഴിഞ്ഞിരിക്കുന്ന കേട്ടോ. ഒരു അല്പം എണ്ണ മാത്രമേ ഉള്ളൂ. അപ്പം നാളെ രാവിലത്തേക്ക് ഇനി എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല കേട്ടോ. ഇന്ന് കടയിലെങ്ങും പോയില്ലല്ലോ. അപ്പോഴത്തേക്ക് പിന്നെ ഞാൻ ഉള്ള എണ്ണ ഒഴിച്ചിട്ട് പിന്നെ ഉള്ള എണ്ണയല്ല, ഇച്ചിരി എണ്ണ ഉണ്ട്. കടുക് താളിക്കാനും കൂടെ ഉള്ള എണ്ണയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ വെണ്ടയ്ക്ക ഒന്ന് വരട്ടി ഒന്ന് കോരിയെടുക്കണം. ഈ വെണ്ടയ്ക്ക ഇങ്ങനെ വരട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കറിയിലിട്ട് തിളച്ച് കഴിയുമ്പോൾ ഈ വെണ്ടയ്ക്കയ്ക്ക് ഒരു വെഴുവെഴുപ്പുണ്ടല്ലോ, അതങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെ വരട്ടിയെടുക്കുന്നത്. ഇങ്ങനെ ഇടുവാണെങ്കിൽ പിന്നെ ആ വഴുവഴുപ്പ് മാറിക്കിട്ടും. അങ്ങനെ വെണ്ടയ്ക്ക വരട്ടിയെടുത്തതിന് ശേഷം നമ്മൾ തക്കാളി ഒന്നിട്ട് വരട്ടിയെടുക്കുകയാണ് കേട്ടോ. തക്കാളി നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. തക്കാളി വരട്ടിയിട്ട് വെണ്ടയ്ക്ക ഇട്ടാലും മതി. എന്നാലും തക്കാളിയുടെ അതെല്ലാം പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് വെണ്ടയ്ക്ക ഒരുമാതിരി ഇരിക്കും കേട്ടോ. അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ വെണ്ടയ്ക്ക ആദ്യം വരട്ടി മാറ്റി വെച്ചത്. അതിൻ്റെ ഇടയ്ക്ക് ഞാനുള്ള ചായയൊക്കെ പോയിട്ട് കേട്ടോ. എനിക്ക് ചായ കൂടി ഭയങ്കര ഒരു ഇതാണ് കേട്ടോ. മക്കൾ കാണാതെയാണ് ഇപ്പം ഞാൻ ചായ കുടിക്കുന്നത്. മക്കൾ കണ്ടാൽ എന്നെ വഴക്ക് പറയും. ഈ ചായ എപ്പോഴും പഞ്ചസാര ഇട്ട് കുടിച്ചിട്ടാണ് ഇങ്ങനെ വണ്ണം വെക്കുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര വഴക്കാണ് കേട്ടോ. ഞാൻ നേരത്തെ ഭയങ്കരമായിട്ട് മെലിഞ്ഞിരുന്നായിരുന്നു. ഇപ്പം ഭയങ്കരമായിട്ട് വണ്ണം വെക്കുന്നുണ്ട്.
ഞാൻ കഴിക്കുന്ന മരുന്നിൻ്റെയാണോ അതോ എന്താണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് മക്കൾ ഭയങ്കരമായിട്ട് വഴക്ക് പറയും ഞാൻ ഈ കട്ടൻ ചായ കുടിക്കുന്നതിന് കേട്ടോ. പാൽ ചായ ഇപ്പം തീർത്തും ഒഴിവാക്കിയിട്ടുണ്ട്. ശ്വാസം മുട്ട് കാരണം പാൽ തൊട്ടല്ലെന്ന് പറഞ്ഞ് പിന്നെ അത് ഒഴിവാക്കി. ഇപ്പം പിന്നെ ഇനി കട്ടൻ ചായയും കൂടെ ഒഴിവാക്കണം കേട്ടോ. അങ്ങനെ ഞാൻ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം പൊടികളൂടെ ചേർത്ത് കൊടുക്കാം. പൊടികൾ എന്നാന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ അല്പം മഞ്ഞൾപ്പൊടി കഷ്ണത്തിലിട്ടായിരുന്നു. എന്നാലും ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു മഞ്ഞൾപ്പൊടിയും ഒരു അല്പം മുളക് പൊടിയും, പച്ചമുളക് 3 പച്ചമുളക് നമ്മൾ അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ സാമ്പാർ പൊടിയിൽ ഒരല്പം എരിവ് കാണും. എന്നാലും ഒരല്പം ഒരു 1/4 ടീസ്പൂണോളം, ഒരു 1/2 ടീസ്പൂൺ അടുത്ത് ഇട്ടിട്ടില്ല കേട്ടോ. ഒരു നമ്മുടെ മുളക് പൊടി ഇട്ട് കൊടുത്തു. ചെറിയൊരു ടീസ്പൂണിന് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ഇതിലേക്ക് തന്നെ നമ്മുടെ സാമ്പാർ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. പ്രത്യേകിച്ച് കായൊന്നും ചേർക്കണ്ട. കായവും കാര്യങ്ങളെല്ലാം ചേർത്തിട്ടുള്ളൊരു സാമ്പാറുമാണ് കിച്ചൺ ഡിഷിൻ്റെ നല്ല അടിപൊളി സാമ്പാർ പൊടിയാണ്. അവരുടെ എല്ലാ പ്രൊഡക്റ്റുകളും മല്ലിപ്പൊടിയാണ്, മുളക് പൊടിയാണെങ്കിലും ചിക്കൻ മസാല എല്ലാ പ്രൊഡക്റ്റും അവരുടെ നല്ല പൊടി ഐറ്റമാണ് കേട്ടോ. ഞാൻ മേടിക്കുമ്പോൾ ഒന്നെങ്കിൽ ഇതിൻ്റെ ഇല്ലെങ്കിൽ ഈസ്റ്റേൻ്റെയാണ് മേടിക്കുന്നത് കേട്ടോ. ഇത് കിട്ടാൻ തുടങ്ങിയ പിന്നെ ഇതിൻ്റെ തന്നെയാണ് മേടിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താ ഞാനങ്ങനെ പൊടികളൊക്കെ ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുകയാണ്. നന്നായിട്ട് ഈ പൊടിയൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഈ തക്കാളി ഈ പൊടികളെല്ലാം ഉള്ളതുകൊണ്ട് നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ ആദ്യം വരട്ടി വെച്ച വെണ്ടയ്ക്ക ഉണ്ടല്ലോ അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ ഈ ഇളക്കിയെടുക്കുമ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. കായത്തിൻ്റെയും ഈ പൊടിയുടെയൊക്കെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. ആ ഒരു മണം അടിച്ചാൽ തന്നെ നമുക്ക് ചോറിനാൻ തോന്നും. അതുപോലെ നല്ല മണം വരുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം ഒന്ന് വരട്ടി, അതായത് നല്ലതായിട്ടൊന്ന് വരട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കറിയിലേക്ക് ഇനി ചേർത്ത് കൊടുക്കാം. നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് നല്ലതായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. പരിപ്പും കാര്യങ്ങളെല്ലാം നന്നായിട്ട് വെന്തുടയുകയും ചെയ്തു. കഷ്ണങ്ങളും വെന്തുടഞ്ഞു. ഈ പരുവത്തിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഫീസിലും കാര്യങ്ങളെല്ലാം പോയി. നമുക്കിനി ഇതല്ലേ പൊടിയൊക്കെ മൂപ്പിച്ചതും നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എടുക്കുന്ന ചട്ടിയില്ലേ അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് ചാലിച്ചിട്ട് ചേർത്താലും മതി കേട്ടോ. ഞാൻ പിന്നെ ഒന്നിച്ചങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇനി അതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് ചട്ടിയിലെ കരപ്പ് കാണും കേട്ടോ. അതൊക്കെ നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി അതിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, നമ്മൾ അതിൽ തന്നെ വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് അരപ്പൊക്കെ നന്നായിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ അല്പം വെള്ളം കൂടെയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം പുളി നേരത്തെ വെള്ളത്തിലിടാൻ മറന്നുപോയി. എന്ന് വെച്ചാൽ തക്കാളിയിൽ പുളി ഉണ്ടെങ്കിൽ വേറെ ഇടണ്ട എന്ന് ഓർത്തു കേട്ടോ. അപ്പോൾ ഇച്ചിരി കുറവായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ അല്പം പുളി എടുത്ത് പിഴിഞ്ഞ് എടുക്കുകയാണ് കേട്ടോ. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്നെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഏതെങ്കിലും കൂട്ടുകാർ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ. അപ്പോൾ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് പുളിയും കൂടെ പിഴിഞ്ഞ് ചേർത്ത് കേട്ടോ. അപ്പോൾ വോയിസ് ഇവിടെ തന്നെ പുളി കണ്ടപ്പോഴത്തേക്ക് വായിക്കൂടെ വെള്ളം വരുന്നത് കേട്ടോ. അപ്പം പിന്നെന്താ ഞാൻ അതിലേക്ക് എല്ലാം കൂടി ചേർത്ത് കൊടുത്തു. ഇനി ഇത് ഒത്തിരി നേരം ഇട്ട് തിളപ്പിക്കല്ലോ കേട്ടോ. വെണ്ടയ്ക്കൊക്കെ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം പൊടിയൊക്കെ ചേർത്ത് ഒരു മാക്സിമം നന്നായിട്ടൊന്ന് എടുത്ത് വെച്ചാൽ മതി കേട്ടോ. ഓവർ വെള്ളം ചേർക്കാതിരുന്നാൽ മതി. അപ്പം നമ്മുടെ കറിയെല്ലാം തിളച്ചത് വാങ്ങിയൊക്കെ വെച്ചിട്ട് പിന്നെ നമ്മൾ കടുക് താളിക്കാന്ന് വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കടുക് ഇട്ടിട്ട് നമ്മൾ ഉള്ളി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് സബോളയല്ല, ഇന്ന് ഉള്ളി തന്നെയാണ് കേട്ടോ. ഇന്നലത്തെ പച്ചക്കറിക്കിറ്റ് ഉള്ളിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഉള്ളി എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞ് അത് മൂപ്പിച്ചു. പിന്നെ കറിവേപ്പിലില്ലായിരുന്നു, വത്തൽമുളക് ഇട്ട് കൊടുത്തു കേട്ടോ. അതും കൂടി ഒഴിച്ച് നമ്മുടെ അടിപൊളി സാമ്പാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം തന്നെ ആ കായത്തിൻ്റെയൊക്കെ ഒരു മണം ഇങ്ങനെ വന്നിട്ടുണ്ട്. ഈ സാമ്പാർ പൊടി നല്ല അടിപൊളി സാമ്പാർ പൊടി വേണം കേട്ടോ. എനിക്ക് വളരെ അധികം ഇഷ്ടം ഈ ഒരു പൊടി ഇട്ട് സാമ്പാർ വെച്ചാൽ. അപ്പം നമ്മുടെ സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം പിന്നെ ഇനി ഞങ്ങളിപ്പം ചോറുണ്ണാൻ പോവാണ് കേട്ടോ. ചൂടോടെ തന്നെ ചോറ് ഉണ്ണാമെന്ന് വിചാരിച്ചു. അപ്പോൾ മക്കളെ വിളിച്ചപ്പോൾ മക്കൾ പറഞ്ഞു ഉമ്മീന്ന് വാരി തരാൻ പറഞ്ഞു. അപ്പോൾ ചില ദിവസങ്ങളിൽ അങ്ങനെയൊക്കെ ചെറിയ കുറുമ്പുകളൊക്കെ ഇറങ്ങും കേട്ടോ മക്കൾക്ക്. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ചോറുണ്ണാൻ പോവാണ്. അങ്ങനെ സാമ്പാറും ചോറും എടുത്തു. ഇന്ന് വേറെ പ്രത്യേകിച്ച് കറികളൊന്നുമില്ല. ഇന്ന് ഈ സാമ്പാർ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ കൂടെ ഉണ്ടല്ലോ ചെറിയ മുള്ളം വറുത്തതില്ലേ, ഇല്ലെങ്കിൽ നങ്ക് വറുത്തത്, ഇത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയാണ് കേട്ടോ ഈ സാമ്പാറും മീൻ വറുത്തതും. അപ്പോൾ സാമ്പാറും മീൻ വറുത്തതും കൂട്ടി ഞങ്ങൾ ചോറിനാൻ പോകുന്നു. അതിൻ്റെ കൂടെ ചൂട് കഞ്ഞിവെള്ളവും. അപ്പം കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്നെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.
പിന്നെ അതുപോലെ തന്നെ കൂട്ടുകാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളാം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താൻ ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ. മുന്നിലിടുന്ന വീഡിയോയ്ക്കൊക്കെ സപ്പോർട്ട് തന്ന പോലെ തന്നെ ഈ വീഡിയോയ്ക്ക് സപ്പോർട്ട് കാണുമെന്നും പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും എടുത്ത് പറയുന്നുണ്ട്, എൻ്റെ 3 മക്കൾ എൻ്റെ മക്കൾ തന്നെയാണ്. ഇനി ഇങ്ങനെയുള്ള കമൻറ്റുകളൊന്നും വരികയില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാ ഇതുപോലത്തെ ഉള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് ഇൻഷാ അല്ലാ നമുക്ക് നാളെ കാണാം. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. അസ്സലാമു അലൈക്കും.